ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പയ്യന്നൂരുള്ള കവായ് ഐലൻഡിലേക്കാണ്. എല്ലാവരും വരെ പോകാൻ പറ്റിയില്ല. സോ ഞങ്ങൾ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ട്രെയിൻ വഴിയാണ് പയ്യന്നൂർ വരെ പോയത്. ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ വെറും 4,045 rupees മാത്രമേ ആയിരുന്നുള്ളൂ. അവിടുന്ന് നമ്മൾ ഓട്ടോ എടുത്തിട്ടാണ് കവായ് ഐലൻഡിലേക്ക് പോയത്. ആ ഓട്ടോ ചാർജ് ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ കവായ് ഐലൻഡിലേക്ക് ഒരു 70 to 80 rupees മാത്രമേ ഉള്ളൂ. ഇതാണ് കവായ് ബോട്ട് ടെർമിനൽ. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് വെറുതെ പോയി റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കവായ് ഐലൻഡിലേക്ക് എത്താൻ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് സ്പീഡ് ബോട്ടും ഒന്ന് കയാക്കിംഗ് ഓപ്ഷനും ആണുള്ളത്. കയാക്കിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ കയാക്കിംഗ് ഓപ്ഷനാണ് എടുത്ത്. പെർ പേഴ്സൺ 300 rupees കയാക്കിങ്ങിന് വരുന്നത്. സ്പീഡ് ബോട്ട് ആണെങ്കിൽ പെർ പേഴ്സൺ 800 rupees ആണ് തോന്നുന്നു വരുന്നത്. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടി. വി ആർ ആൾ സെറ്റ് ടു ഗോ. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 ഒക്കെ ആവുമ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു 4 ഒക്കെ ആവുന്ന സമയത്ത് കയാക്ക് ചെയ്ത് അവിടെ എത്തി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഞങ്ങൾ പോയ സമയത്ത് അവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കണ്ടോ, നമ്മൾ സ്വന്തം തന്നെ ബോട്ടൊക്കെ കിട്ടിയിട്ട് നമ്മൾ പോകണം. കണ്ണൂർ തന്നെ ഇത്ര അടിപൊളി സ്പോട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് വന്നില്ല എന്നുള്ളത് ഒരു ചെറിയ കുറ്റബോധമുള്ള കാര്യം തന്നെയാണ്. അവിടെ ഐലൻഡ് എത്തിയതിനു ശേഷം അവിടെ വലിയ ആഴവും കാര്യങ്ങളൊന്നും ഇല്ല. അത് കാണുന്നില്ല, ഇത്ര മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. നമുക്ക് ആ സ്ഥലം നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയവും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈവനിങ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ആൾക്കാരും തിരക്കൊക്കെ വരുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പീസ് ഓഫ് മൈൻഡ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ തിരിച്ചു വരേണ്ട ടൈമാണ്. നമ്മൾ തന്നെ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ തന്നെ ബോട്ട് കയറണം. ഈ ബോട്ട് കയറുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ട് നമ്മൾ പറയുന്ന രീതിക്ക് നിൽക്കുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് നമുക്ക് 2 പേർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഭീകരമായ ഒരു മഴ വന്നത്. മഴ കഴിഞ്ഞത് ഞങ്ങൾ എങ്ങനെയെങ്കിലും കരയിലെത്താനുള്ള പരിശ്രമമായിരുന്നു. പക്ഷെ ആ ഒരു വെതറിൽ കയാക്ക് ചെയ്ത് പോകുന്നത് അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ഈ പ്ലേസിൽ പോകാത്ത എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരും ആണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് പോയി നോക്കണം. വേർത്ത് ഇറ്റ് ആണ്. അധിക പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഇതാണ്. ഈ കണ്ടോ, ഈ വണ്ടി നമ്മൾ സാധാരണ ബസ് സർവീസ് പോലെയുള്ള ഒരു വാട്ടർ സർവീസ് അത്രേ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ 1 കിലോമീറ്ററിൻ്റെ അപ്പുറമാണ് സൗദി ഷവായി. അപ്പോൾ ഇവിടെ പോകുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ സൗദി ഷവായിൽ പോവുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയുള്ളൂ.